So, students, the last video I uploaded the details of half-wave rectifier. What is this half-wave rectifier? I explained this analysis, its output waveform, the main details regarding the half-wave rectifier. Second, we are discussing that is called full wave rectifier. Full wave rectifier. So I told that the last video, I uploaded one video in that I told that a full wave rectifier example is a bridge rectifier. Moving to the bridge rectifier, what is a bridge connection? My question is, what is a bridge connection? എന്താണ് ഒരു ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറയുന്നത്? ഒരു ബ്രിഡ്ജ് സർക്യൂട്ടോ ബ്രിഡ്ജ് കണക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ ഒരു ഡിവൈസിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു കമ്പോണന്റ് കണക്ട് ചെയ്യുന്നു C1, ഇവിടെ ഒരു കമ്പോണന്റ് കണക്ട് ചെയ്യുന്നു C2, ഇവിടെ ഒരു കമ്പോണന്റ് കണക്ട് ചെയ്യുന്നു C3, ഇവിടെ ഒരു കമ്പോണന്റ് കണക്ട് ചെയ്യുന്നു C4. ഇനി ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെ കണക്ഷൻ എടുക്കുന്നു. ഇങ്ങനെ ഒരു എലമെന്റ്സ് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളുടെ ഈ കമ്പോണന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡയോഡാണ്. ഈ C1, C2, C3, C4, C3 and C4 all are diodes. So using this diode I am creating a bridge connection. ആ ബ്രിഡ്ജിനകത്തോട്ട് ഞാൻ എന്ത് കണക്ട് ചെയ്യും? I am connecting one transformer. So then it will create what? A full wave bridge rectifier. So here the number of diodes I am using is 4. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കഴിഞ്ഞ വീഡിയോയിൽ I introduced one element that is called half wave rectifier. Here there I am using only a single diode. Only ഒരു ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. So I can take one just കഴിഞ്ഞ വീഡിയോയിൽ I told that half wave rectifier and full wave. So here it is half wave rectifier, full wave rectifier. Here it is half wave rectifier. Full wave rectifier ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് 4 ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. That is in full wave rectifier. But in half wave rectifier I am using only one diode. ഇതാണ് സർക്യൂട്ട് പരമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. ഒരു രണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് കോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, പല ഡിഫറൻസ് നമുക്ക് നിങ്ങളുടെ അനാലിസിസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് മെയിൻലി പറയാൻ പറ്റും, ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡ് വെച്ചിട്ടാണ് എന്റെ സർക്യൂട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രൈമറി ഡിഫറൻസ് എന്ന രീതിയിൽ നമുക്കത് കോട്ട് ചെയ്യാൻ പറ്റും. ഇനി coming to the circuit part. Circuit of a, I will write the full name, full wave bridge rectifier. Full wave bridge rectifier. So circuit is like more lengthy, it will take time to complete circuit. So here again the total circuit will start with an what? It will start with an, you know that it will be a step down transform. So primary coils കൂടുതലായിരിക്കും, സെക്കൻഡറി കോയിൽസ് കുറവായിരിക്കും. ഇത് കോറാണ്. ഇവിടാണ് നമ്മൾ 230 വോൾട്ട് 50 ഹെർട്സ് എന്ത് സിഗ്നൽ? AC സിഗ്നൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കണം, AC മെയിൻ കൊടുക്കണം. ഒന്നും. ഇനി ആ ബ്രിഡ്ജ് കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതിന് ഒരു ട്രയാങ്കിൾ പോലെ രണ്ട് അപ്പർ ട്രയാങ്കിൾ ലോവർ ട്രയാങ്കിൾ പോലെ 2 പോയിന്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു വരയ്ക്കുന്ന സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഡയോഡ്സിനെ ഞാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ 4 എലമെന്റ്സും ഡയോഡ്സ് ആണ്. ഡയോഡ് 1, ഇത് അടുത്ത ഡയോഡ്,
ഞാൻ നെയിമിംഗ് പറയാം, അത് ഞാൻ വരയ്ക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. സോ ഈ രണ്ട് ഡയോഡ് ഒരുപോലെ ഇരിക്കുന്നു, ഈ രണ്ട് ഡയോഡ് നേരെ തിരിച്ചു വരയ്ക്കുന്നു. തിരിച്ച് രണ്ടിന്റെയും നെഗറ്റീവ് അറ്റ് എ പോയിന്റിൽ വരത്തക്ക രീതിയിൽ ഞാൻ വരയ്ക്കുന്നു. റൈറ്റ്. ഇനി ഈ ഡയോഡ് പോലെ തന്നെയാണ് ഈ ഡയോഡും വരയ്ക്കുന്നത്. ഞാൻ ഡയോഡ് വരച്ച സ്റ്റൈൽ മനസ്സിലായി. ഈ രണ്ട് ഡയോഡ് ഒരുപോലെ വരച്ചു, നേരെ തിരിച്ച് ഈ രണ്ട് ഡയോഡും വരയ്ക്കും, അത് ഒരുപോലെ വരയ്ക്കും. ഞാൻ ഡയോഡിന് ഒരു നോമൻക്ലേച്ചർ കൊടുക്കുകയാണ്, അത് എൻ്റെ അനാലിസിസിന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇത് D1, ഇത് D2, ഈ ഡയോഡ് D3, ഈ ഡയോഡ് D4. ഇത് ഡയോഡ്, ഇതിനും ഡയോഡ് കണക്ട് ഇതാണ് ആ ബ്രിഡ്ജ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫോമർ വന്നു, സ്റ്റെപ്പ് ഡൗൺ ആണ്, ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തു, 4 ഡയോഡ്സ് ബ്രിഡ്ജ് കണക്ഷനിൽ കണക്ട് ചെയ്തു, ഈ രണ്ട് കണക്ഷൻ. ഇനി നമുക്ക് ഔട്ട്പുട്ട് എടുക്കണം. സോ എങ്ങനെ ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്ന നോക്കി, ഇവിടുന്ന് ഞാനൊരു എലമെന്റ്സ് എടുത്തു, ആ എലമെന്റിനെ ഞാനൊരു സർക്യൂട്ട്, ഇവിടെ കണക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ഇത് ജമ്പർ, ഇതിനാണ് ജമ്പർ എന്ന് പറയുന്നത്. കണക്ഷൻ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുക്കുന്നില്ല, ആ രണ്ട് പോയിന്റ്സിനെ ഞാൻ അക്രോസ് ആയിട്ട് ഞാൻ ലോഡ് റെസിസ്റ്റർ എടുക്കുന്നു, അവിടെയാണ് എൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഇതിന് അക്രോസ് ആയിട്ടാണ്, ഈ രണ്ട് പോയിന്റ് അക്രോസ് ആയിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അതിന് എൻ്റെ നോമൻക്ലേച്ചർ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ഇതിനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു, ഇതിനെ ഞാൻ വൈ എന്ന് പറഞ്ഞ, ഈ പോയിന്റ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു, ഇതിന് ഞാൻ പോയിന്റ് എ എന്ന് കൊടുത്തു, ഇതിന് പോയിന്റ് ബി എന്ന് കൊടുത്തു. സോ ഈ പോയിന്റ് ബി തന്നെ ആയിരിക്കും ഇത്. ഇതിന്റെ ആ വർക്കിംഗ് പറയാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന ഒരു നോമൻക്ലേച്ചർ ആണ്. വർക്കിംഗ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് സർക്യൂട്ട്. സോ നമ്മുടെ നേരത്തെ പഴയ സർക്യൂട്ട് തന്നെ, ഒരു വ്യത്യാസവുമില്ല. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഞാൻ ട്രാൻസ്ഫോമർ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇത് ഒരു ബ്രിഡ്ജ് കണക്ഷൻ, 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ലോഡ്, ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിലെ മെയിൻ കമ്പോണൻസ്. ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ, ഒരു ബ്രിഡ്ജ് കണക്ഷൻ, then it will be coming to the load. ഇതാണ് എൻ്റെ ടോട്ടൽ ഒരു സർക്യൂട്ടിന്റെ ഡിഫറെന്റ് പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അനാലിസിസ് നോക്കാം. ഞാൻ സെയിം അനാലിസിസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ അനാലിസിസ്. ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും എന്നാണ്, പോസിറ്റീവിലും സംഭവിക്കും, നെഗറ്റീവിലും സംഭവിക്കും. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് അടുത്ത പോർഷനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വിൽ മൂവ് ടു ദാറ്റ് പോർഷൻ. So here working of full wave bridge rectifier. ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് ഫോം കൊടുക്കുകയാണ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നമ്മുടെ പഴയ സർക്യൂട്ട് തന്നെ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് കോയിൽ, കോറ് സ്റ്റെപ്പ് ഡൗൺ ആണ്, കോയിൽ കുറഞ്ഞു, നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു. സർക്യൂട്ട് ഞാൻ നിർത്തി ഇങ്ങനെ. ഇവിടെ 230 വോൾട്ട് ആണ്, 50 ഹെർട്സ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അതിനകത്ത് ഞാൻ എന്ത് ഹാഫ് സൈക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അതിൻ്റെ അകത്ത് 230 വോൾട്ടിനകത്ത് പോസിറ്റീവ് പോർഷൻ മാത്രമേ ഞാൻ അനാലിസിസിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളുള്ള അനാലിസിസ് മാത്രം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് കമ്മിങ് ടു ദാറ്റ് പാർട്ട്, ആ സർക്യൂട്ടിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ബ്രിഡ്ജ് കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ആ ബ്രിഡ്ജ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 4 പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ ഡയോഡ്സ് വരയ്ക്കാനുള്ള സ്പേസ് ഞാൻ വിടുന്നു. ഡയോഡ്സിനെ വരയ്ക്കുന്നു. ഈ ഒരു ഡയോഡ് വരച്ചു, സെയിം അതുപോലെ തന്നെ അടുത്ത ഡയോഡ് വരച്ചു. ഇങ്ങനെ താഴോട്ടെ ഇവിടുത്തെ ഡയോഡിനെ ഞാൻ തിരിച്ചു വരയ്ക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെ വരയ്ക്കും. നിങ്ങളുടെ ലോജിക്കൽ അനുസരിച്ചിട്ട് അത് വരച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഞാൻ ഇതിനെ D1 എന്ന് വിളിക്കുന്നു, ഇതിനെ D2, ഇതിനെ D3, ഇതിനെ D4. ദെൻ ഇനി നമുക്ക് ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്തതിനെ നേരെ ഇവിടെ നിന്ന് എടുക്കുന്നു, ജമ്പർ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ലോഡ് റെസിസ്റ്റർ. സോ
ഈ ഒരു സർക്യൂട്ടിനകത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതൊരു 606 നമ്മൾ നോർമലി നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. 606 എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 6 കിട്ടുന്ന രീതിയിലാണ് ഒരു 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 ഇതൊരു സെൻട്രൽ ടാപ്പിന്റെയാണ്. നമ്മൾ അത് ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ ലാബിൽ നോക്കും. അല്ലെങ്കിൽ ഒരു 6 വോൾട്ട് ആണ് തരുന്നത്. 230 വോൾട്ടേ 6 വോൾട്ട് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വന്നു, ഇത് നെഗറ്റീവായി. അന്നേരം ഈ പോസിറ്റീവ് തന്നെ ഇവിടെ വന്നു, ഇത് തന്നെ ഇവിടെ നെഗറ്റീവ് വന്നു. അന്നേരം ഈ പോസിറ്റീവ് ഇവിടെ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, ഈ പോയിന്റ് മൊത്തം പോസിറ്റീവ് ആണ്. അന്നേരം ഈ പോസിറ്റീവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു, ഇത് പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ആണ്, ഈ നെഗറ്റീവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു, ഇത് നെഗറ്റീവ്. ഈ പോസിറ്റീവ് പോയിന്റ് ആണ്, ഇത് നെഗറ്റീവ് പോയിന്റ് ആണ്. ഞാൻ നേരത്തെ ഒരു നോമൻക്ലേച്ചർ ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഇതിനെ ഞാൻ ഇവിടെ what I am here I can put it like I will choose another color. So here it will be X, here it will be Y point, here it will be A, I think so. Here it will be B. ഇതൊരു B ആണ്. അന്നേരം ഇത് A, ഇത് B. ഈ രണ്ട് പോയിന്റ്, ഈ രണ്ട് പോയിന്റ് ഞാൻ 4 പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. സോ ഐ കൻ സ്റ്റേറ്റ് ദാറ്റ് ഇവിടെ പോസിറ്റീവ് വരുന്ന പോയിന്റിൽ ഇത് നെഗറ്റീവിലാണ്. അന്നേരം ഏതൊക്കെ ഡയോഡ്സ് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്നത്, ഫോർവേഡ് ബയസ് ആവുന്നു എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡിന്റെ പോസിറ്റീവിലോട്ടാണ് ഈ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഐ കൻ സ്റ്റേറ്റ് ദാറ്റ് ദിസ് ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയസ് അല്ലെ. പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. സോ ഈ രണ്ട് പോസിറ്റീവുകൾ വന്നുകൊണ്ട് ഇത് ഫോർവേഡ് ബയസ്, D1 ഈസ് ഫോർവേഡ് ബയസ്ഡ്. വാട്ട് അബൌട്ട് D3? നോക്കിയേ, D3 ഇവിടെ നെഗറ്റീവ് ആണ്, ഈ നെഗറ്റീവ് ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഐ കൻ സ്റ്റേറ്റ് ദാറ്റ് ദിസ് ഈസ് വാട്ട് ഫോർവേഡ് ബയസ്ഡ്. ഇതും ഫോർവേഡ് ബയസ്ഡ് ആണ്. നെഗറ്റീവ് നെഗറ്റീവ്. ഇനി ഈ ഡയോഡോ, ഈ നെഗറ്റീവിലോ ഡയോഡിന്റെ പോസിറ്റീവിലോട്ട് ഡയോഡ് ഇതിന് നെഗറ്റീവ് ആണ്. അന്നേരം ഇത് റിവേഴ്സ് ബയസ്ഡ്. അന്നേരം ഇതിന്റെ പോസിറ്റീവ് ഡയോഡിന്റെ നെഗറ്റീവിലോട്ടാണ്. അന്നേരം ഇത് ദിസ് ഈസ് വാട്ട് ഓൾസോ റിവേഴ്സ് ബയസ്ഡ്. അന്നേരം D1 D3 ഐ കൻ സ്റ്റേറ്റ് ദാറ്റ് D1 D3 forward biased and D2 D4 reverse biased. ഇതാണ് എന്റെ കൺക്ലൂഷൻ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള കൺക്ലൂഷൻ ഇതാണ്. ഇനി ഞാനെന്ന് പറഞ്ഞു അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ വീണ്ടും ഞാൻ എടുത്തു വരയ്ക്കുകയാണ്. അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ഡയോഡിനെ റീപ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണ്. അന്നേരം അഗൈൻ ഐ എം ഡ്രോയിങ് ദിസ് സെയിം സർക്യൂട്ട്. ട്രാൻസ്ഫോമർ വരച്ചു. ഇൻപുട്ട് ഒരു ട്രാൻസ്ഫോമർ ആണ്, ടേൺസ് കൂടുതലാണ്. കോർ വരച്ചു. സ്റ്റെപ്പ് ഡൗൺ ആയതുകൊണ്ട് സെക്കൻഡറി കോയിൽ എണ്ണം കുറച്ചു. ദെൻ ഞാൻ ഇൻപുട്ട് കൊടുത്തിരുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പോസിറ്റീവ്, ഈ സെയിം പോസിറ്റീവ് ഇവിടെ വരുന്നു, ഈ സെയിം നെഗറ്റീവ് ഇവിടെ വരുന്നുണ്ട്. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്, നിങ്ങൾക്ക് അറിയാം. അത് സെയിം പോയിന്റ് തന്നെ വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് എൻ്റെ അടുത്ത് ബ്രിഡ്ജ് കണക്ഷൻ ആണ്. ബ്രിഡ്ജ് കണക്ഷൻ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ 4 പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. നിങ്ങൾ വരച്ചു പിടിക്കുക. വരയ്ക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഡയോഡിന്റെ പോയിന്റും ഡയോഡ് ഏതൊക്കെയാണ് പോയിന്റ് എന്നുള്ളതിന്റെ D1 D2 അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. സോ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിരുന്നത് ഡയോഡ്, ഇത് ഡയോഡ് D1 ആണ്, ഇത് ഡയോഡ് D2 ആണ്, ഇത് ഡയോഡ് D3 ആണ്, ഇത് ഡയോഡ് D4 ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഡയോഡ് D1 ഫോർവേഡ് ബൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഡയോഡ് D1 ഫോർവേഡ് ബൈസ്ഡ് ആയതുകൊണ്ട് അത് ഷോർട്ട് സർക്യൂട്ട് ആണ്. D3 ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് ബൈസ്ഡ് ആണ്, അതും ഷോർട്ട് സർക്യൂട്ട്. ബട്ട് D2 D4 ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പോർഷൻ നോക്കിയാൽ മതി. അതിനകത്ത് D2 D4 റിവേഴ്സ് ബൈസ്ഡ് ആണെന്നോ, അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട്. സോ ഇത് രണ്ടും ഓപ്പൺ സർക്യൂട്ട്. ഇനി ഞാൻ അതിന്റെ ലോഡ് വരയ്ക്കുവാണ്. ലോഡ് ഞാൻ പറഞ്ഞു ഇതൊരു ജമ്പർ വെച്ച് വരയ്ക്കാം. RL ആണ് നമ്മുടെ ഔട്ട്പുട്ട്.
ഇവിടെ ഔട്ട്പുട്ട് എന്നാ വരും? വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് അറ്റ് ദിസ് സ്റ്റേജ്? ഐ നീഡ് ടു കാൽക്കുലേറ്റ്. സോ ഞാൻ പറഞ്ഞു കറന്റ് ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് കറന്റ് ഡയറക്ഷൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കറന്റ് ഡയറക്ഷൻ വിൽ ബി ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അങ്ങനെ വേണം നിങ്ങൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ശരി ലൂപ്പ് കൺസിഡറേഷൻ ഉണ്ട്. ലൂപ്പ് എടുക്കുന്നത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ലൂപ്പ് എടുക്കുന്നത്. സോ ജസ്റ്റ് ടേക്ക് പോസിറ്റീവ് ടു നെഗറ്റീവ്, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, സോ ഹിയർ പോസിറ്റീവ്. ഞാൻ ഇവിടെ വന്നു ഇതേ നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് വന്നു. ഞാൻ നോമൻക്ലേച്ചർ ഐ വിൽ യൂസ്. ദിസ് ഈസ് കോൾഡ് എക്സ് ആൻഡ് ദിസ് ഈസ് കോൾഡ് വൈ ആൻഡ് ദിസ് ഈസ് കോൾഡ് എ പോയിന്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ബി പോയിന്റ്. ഞാൻ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ വന്നു. സോ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ വന്നു. കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഞാൻ ഇതിന്റെ അകത്ത് എഴുതുന്നത്. എക്സിന്റെ പോയിന്റ് വന്നു. എക്സിന്റെ പോയിന്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അന്നേരം എനിക്ക് എന്ത് ചെയ്യണം? D1 വന്നു. ആ ഷോർട്ട് സർക്യൂട്ട് ആണ്, ഒരു പ്രോബ്ലം ഇല്ല. എന്നിട്ട് ഞാൻ D1 വന്നു. എനിക്ക് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് എത്തണം. ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ റൂട്ട്. ആ റൂട്ട് മാപ്പ് ആണ് ഞാൻ എടുക്കുന്നത്. D1 വന്നു. D1 വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു പാത്ത് ഉണ്ട്, RL വഴി ഇങ്ങനെ എനിക്ക് വരാൻ പറ്റും. ഇങ്ങനെ പാത്തുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി D1 നിന്ന് ഞാൻ നേരെ A1 വന്നു. A1 നിന്ന് വന്നിട്ട് ഞാൻ RL ക്രോസ് ചെയ്തു. RL റെസിസ്റ്റർ ക്രോസ് ചെയ്തു. ഇത് റെസിസ്റ്റർ ആണ്. ആ RL റെസിസ്റ്റർ ക്രോസ് ചെയ്തു. ഞാൻ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് നെഗറ്റീവ് പോയിന്റിൽ എത്തണം. അന്നേരം ഞാൻ എന്ത് ചെയ്തു? വീണ്ടും എന്റെ റൂട്ട് മാപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ വന്നു. എന്നിട്ട് ബിയിൽ വന്നു. ബിയിൽ ആ പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്നു. സോ ഐ ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഞാൻ ബിയിൽ വന്നു. RL നിന്ന് ബിയിൽ വന്നു. ബിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും എന്റെ റൂട്ട് മാപ്പ് എനിക്ക് നെഗറ്റീവിലാണ് എത്തേണ്ടത്. അത് D3. സോ ഞാൻ D3 വന്നു. D3 വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു എനിക്ക് നെഗറ്റീവ് എത്താം. സോ നെഗറ്റീവ് എന്ന് പറഞ്ഞ പോയിന്റ് വൈ, ഈ പോയിന്റ് ആണ്. അന്നേരം എനിക്ക് വൈ എത്തി. സോ എനിക്ക് ഒരു കംപ്ലീറ്റ് ലൂപ്പ് ഫോർമേഷൻ എനിക്ക് സാധിച്ചു. സോ ഐ ക്യാൻ മെയിൻറ്റെയിൻ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഫോർമേഷൻ ഐ എം ക്രിയേറ്റഡ്. ലൂപ്പ് ഫോർമേഷൻ മീൻസ് എനിക്ക് വോൾട്ടേജ്, ദാറ്റ് മീൻസ് പോസിറ്റീവിൽ നിന്ന് ലൂപ്പ് ഔട്ട്പുട്ട് ലോഡ് വഴി എനിക്ക് നെഗറ്റീവ് വരാം. സോ ഐ ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഐ ക്യാൻ ഹാവ് ഔട്ട്പുട്ട്. എനിക്ക് ലൂപ്പ് ഫോം ചെയ്തു. ആ ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ വാട്ട്? ദ ലൂപ്പ് ഈസ് ത്രൂ ദ RL, ലോഡ് RL. സോ കറണ്ട് ലോഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ലൂപ്പ് പറഞ്ഞത്. പോസിറ്റീവിൽ നിന്ന് കറണ്ട് എക്സിൽ വന്നു, D1 വന്നു, എയിൽ വന്നു, ദെൻ RL ക്രോസ് ചെയ്തു. സോ RL കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ഐ ക്യാൻ ഗെറ്റ് ഔട്ട്പുട്ട്. അതാണ് ഞാൻ മെയിൻ ചെയ്തത്. കറന്റ് ഡയറക്ഷൻ RL എത്തി. RL നിന്ന് നേരെ ബിയിൽ വന്നു. ബിയിൽ നിന്ന് നേരെ D3 വഴി Y പോയിന്റിൽ നിന്ന് വന്ന് നെഗറ്റീവ് വന്നു. സോ ഐ മെയിൻറ്റെയിൻഡ് എ ലൂപ്പ്. ആ ലൂപ്പിനകത്ത് RL എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. കറന്റ് ഈസ് പാസിംഗ് ത്രൂ ദ RL. സോ ഐ ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഔട്ട്പുട്ട് എക്സിസ്റ്റ് ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. So I will write over, maintain over here. This I will write here that output exists during positive half cycle. Yes, എനിക്ക് മനസ്സിലായി. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് ഞാൻ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഔട്ട്പുട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലൂപ്പ് RL അല്ലെങ്കിൽ ലൂപ്പ് ഫോം ചെയ്തപ്പോഴത്തേക്ക് ലോഡ് RL കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ഐ ക്യാൻ സ്റ്റേറ്റ് that current is passing through RL, so output exists. Then the same analysis, working or analysis, working of full wave bridge rectifier during negative half cycle. Same diagram plot ചെയ്യണം. ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം. ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്, അതുകൊണ്ട് പ്രൈമറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടണം. കൂടി. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന എന്താ? വാട്ട് ഐ ആം ഗിവിംഗ് ഓഫ് ഹിയർ ഈസ് 230 വോൾട്ട് 50 ഹെർട്സ് AC മെയിൻ. AC മെയിൻ ആണ് കൊടുക്കുന്നത്. ബട്ട് അതിനകത്ത് ഞാൻ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നു. സോ ഇത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു പർട്ടിക്കുലർ പൊളാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതിന് നേരെ തിരിച്ചുള്ള പൊളാരിറ്റി കൊടുക്കണം. ദാറ്റ്സ് ഓൾ. സോ നെഗറ്റീവ്. സോ ഞാൻ നേരെ 4 I need to plot that step down transformer. coils കുറച്ച് വരയ്ക്കണം.
യെസ്, കോയിൽസ് കുറച്ച് വരച്ചു. സ്റ്റെപ്പ് ഡൗൺ ആണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയ സ്ഥിതിക്ക് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ഇത് പോസിറ്റീവ്. സ്റ്റെപ്പ് ഡൗൺ ആണ്, കോയിൽ കുറവാണ്, നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അതിന് സ്റ്റെപ്പ് ഡൗൺ ആണ്. 230 നിന്ന് ചെറിയ വോൾട്ടിലേക്ക് മാത്രമേ ഇതിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഡൗൺ പ്രോസസ് ആയിരിക്കും ഇതിനകത്ത് നടക്കുന്നത്. ഇനി ഞാൻ അതിനകത്ത് ആ ബ്രിഡ്ജ് കണക്ഷൻസ് വരയ്ക്കണം. സോ ബ്രിഡ്ജ് കണക്ഷൻ വരയ്ക്കണമെങ്കിൽ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. 4 പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള അനാലിസിസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. 4 ഡയോഡ് വരയ്ക്കാനുള്ള പോയിന്റ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഡയോഡ് വരയ്ക്കാനുള്ള പോയിന്റ് ഞാൻ സ്പേസ് ഇട്ട് വരയ്ക്കുവാണ്. സോ ഡയോഡ് D1 വരയ്ക്കുന്നു. ഡയോഡിന്റെ പൊസിഷനിങ് നിങ്ങൾ കറക്റ്റ് ആണ്. D1 അനുസരിച്ചിട്ട് ഈ ഡയോഡും വരയ്ക്കുന്നു. ഈ ഡയോഡ് നേരെ തിരിച്ചാണ് വരച്ചിരുന്നു, അത് നേരെ തിരിച്ചു വരയ്ക്കുന്നു. ഇതും അതുപോലെ തന്നെ വരയ്ക്കുന്നു. ഡയോഡ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് കണക്ട് ചെയ്യണം. ജമ്പർ യൂസ് ചെയ്ത് ലോഡ് കണക്ട് ചെയ്യുന്നു. ആ നോമൻക്ലേച്ചർ പോയിന്റ്സ് കൊടുക്കുന്നു. എക്സ്, വൈ, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. സോ ഇത് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഈ പോയിന്റ് നെഗറ്റീവ് ആവും. ഈ പോയിന്റ് പോസിറ്റീവ് ആണ്, അതും ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഇതും പോസിറ്റീവ് ആവും. ഇനി ഡയോഡ് നോമൻക്ലേച്ചർ കൊടുക്കുക. ഇത് ഡയോഡ് D1, ഇത് ഡയോഡ് D2, ഇത് ഡയോഡ് D3, ഇത് ഡയോഡ് D4. സോ ഡയോഡ് D1, D2, D3, D4. നിങ്ങൾ ഇത് നോക്കേണ്ടത് ഇതിനകത്ത് ഏതൊക്കെ ഡയോഡ് ഫോർവേഡ് ബേസ്ഡ് ആയിരിക്കും. ജസ്റ്റ് ചെക്ക്. ഇത് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഡയോഡ് D4 അല്ല, ഡയോഡ് D4 ഫോർവേഡ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ആ നെഗറ്റീവ് പോയിന്റ് വന്നു. ആ നെഗറ്റീവ് പോയിന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഏത് ഡയോഡ് ഫോർവേഡ് ബേസ്ഡ് ആകും എന്നാണ് നോക്കേണ്ടത്. അന്നേരം ഡയോഡ് D2, ഡയോഡ് D4 അത് ഫോർവേഡ് ബേസ്ഡ് ആണ്. ഇത് ഡയോഡ് നോട്ട് റിവേഴ്സ് ബേസ്ഡ്, സോറി. ഡയോഡ് D4 ഈസ് ഫോർവേഡ് ബേസ്ഡ്. ഇത് ഫോർവേഡ് ബേസ്ഡ് ആണ്. നമ്മൾ ഈ പോയിന്റ് പോസിറ്റീവ്, ഈ പോയിന്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ D2 ഫോർവേഡ് ബേസ്ഡ് ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡയോഡും എന്തായിരിക്കും? റിവേഴ്സ് ബേസ്ഡ്. ഇത് റിവേഴ്സ് ബേസ്ഡ്, ഇതും റിവേഴ്സ് ബേസ്ഡ്. നേരെ തിരിച്ചിട്ടുള്ളത്. ഇത് പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് ഡയോഡ് നേരത്തെ ഉള്ള ഡയോഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡയോഡ്സ് ഫോർവേഡ് ബേസ്ഡ് ആണ്. അന്നേരം ഹിയർ ഡയോഡ് D4 ഫോർവേഡ് ബേസ്ഡ് ആയി, D2 ഫോർവേഡ് ബേസ്ഡ് ആയി. സോ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. D4 ഉം D2 ഫോർവേഡ് ബേസ്ഡ് ആൻഡ് റിവേഴ്സ് ബേസ്ഡ് ആയിരിക്കുന്ന ഏതൊക്കെ ഡയോഡാണ്? D3 ഉം D1 ഉം ഓപ്പോസിറ്റ് ഉള്ള കോമ്പിനേഷൻസ് ഇവിടെ ഫോർവേഡ് ബേസ്ഡ് ആയി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്സ് വരയ്ക്കുകയാണ്. സെയിം, ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കണം. പ്രൈമറി കോയിൽസ് കൂടണം, ടേൺസ് കൂടണം, ടേൺസ് കൂട്ടി കോറ്. അടുത്തത് കോയില് നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കണം, കുറച്ചു. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 230യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇത് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മളുടെ ഇനി അടുത്ത ബ്രിഡ്ജ് കോമ്പിനേഷൻസ് വരയ്ക്കണം. ബ്രിഡ്ജ് കോമ്പിനേഷൻ വരയ്ക്കാൻ ഞാൻ 4 പോയിന്റ് കൺസിഡർ ചെയ്യും. നാല് ഡയോഡ്, അതിനകത്ത് ഡയോഡിന്റെ പൊസിഷനിങ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ആ ഡയോഡിന്റെ നോമൻക്ലേച്ചർ കൊടുക്കാം. D1, ഇത് D2, ഇത് D3,
D4 എന്ന് പറഞ്ഞു. D4ഉം D2ഉം ഫോർവേഡ് ബൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഇത് കണ്ടക്ട് ചെയ്യും, അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട്. കണ്ടക്ട്, ഇത് രണ്ടും കണ്ടക്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട്. ഇത് D1 D3 റിവേഴ്സ് ബൈസ്ഡ് ആണ്, കണ്ടക്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട്. ഇനി നമ്മുടെ ലോഡ് വരയ്ക്കാം. ലോഡ് R. എന്റെ ആൽഫബറ്റ്സ് കൊടുക്കുകയാണ് എന്റെ എക്സ്പ്ലനേഷന് വേണ്ടി. എക്സും വൈയും എയും ബിയും. ഇവിടെ കറണ്ടിന്റെ പാസേജ് അല്ലെങ്കിൽ കറണ്ടിന്റെ റൂട്ട് മാപ്പ് നമുക്കറിയാം. റൂട്ട് മാപ്പ് ഒക്കെ അറിയാം. ഇപ്പൊ എങ്ങനെ, എന്താ റൂട്ട് മാപ്പ്? ആ റൂട്ട് മാപ്പ് എങ്ങനെ ഞാൻ പറഞ്ഞു, പോസിറ്റീവിന്ന് നെഗറ്റീവിലോട്ടാണ് അത് പോകുന്നത്. ഞാൻ പറഞ്ഞു കറണ്ട് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യേണ്ടത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ എത്തണം. അന്നേരം RL കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മെഷർ ചെയ്യണം. ഇതാ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ഔട്ട്പുട്ട് അറ്റ് ഈച്ച് ഹാഫ് സൈക്കിൾ. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഔട്ട്പുട്ട് എക്സിസ്റ്റ് ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ബട്ട് ഇനി ഇവിടെ നോക്കുകയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഡയറക്ഷൻ ഞാൻ അസ്യൂം ചെയ്യുന്നത്. പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു, പോസിറ്റീവ് എടുത്തു, കറണ്ട് ഇവിടെ വന്നു. ആ പോയിന്റിന് എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് വൈയിൽ വരെ എത്താം. ഓക്കെ, അന്നേരം ഞാൻ എഴുതി റൂട്ട് മാപ്പ് എടുക്കുകയാണ്. വൈയിലെത്തിയതിനു ശേഷം നോക്കുമ്പോൾ എനിക്ക് ഡയോഡ് D2 കൂടെ എയിലെത്താം. പാത്തുണ്ട് കണ്ടോ, ശരിക്കും നല്ലൊരു പാത്തുണ്ട്. ഇതിലേക്ക് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് എയിലെത്താം. അന്നേരം എനിക്ക് മനസ്സിലായി ഡയോഡ് D2 കൂടെ എനിക്ക് എയിലെത്താം. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഓപ്പൺ സർക്യൂട്ട് ആണ്. അന്നേരം കറണ്ടിന്റെ പാസേജ് ഇങ്ങോട്ടാണ്. അന്നേരം RL വഴി ഇങ്ങെത്താം. RL വഴി എനിക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ബിയിലെത്താം. അന്നേരം അന്നേരം എയിലെത്തി. എയിലതിനു ശേഷം RL കൂടെ പാസ് ചെയ്ത് എനിക്ക് ബിയിലെത്താം. ഇത് കമ്പോണൻസ് ആണ്, അതിന് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അന്നേരം D2 എന്ന് പറഞ്ഞ കമ്പോണന്റ് പാസ് ചെയ്തു, അത് എയിലെത്തി, RL കൂടെ ബിയിലെത്തി. Then from B I can travel through what? Through D4 to X. അത് കഴിഞ്ഞ് X ന്ന് നേരെ നെഗറ്റീവിലെത്താം. ഇതാണ് എന്റെ റൂട്ട് മാപ്പ്. So from point B I can travel across D4 diode, that is a component, then coming to the point X, and then I am reaching X. So negative half cycle consider ചെയ്യുമ്പോഴും current flow is there through RL. Current flow ഉണ്ട്, RL കൂടെ current flow ഉണ്ട്, അല്ലെങ്കിൽ the output current that is passes through this load RL. So I can here also I can state that output exists in negative half cycle also. This output exists during the negative half cycle also. ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ അനാലിസിസിൽ ഞാൻ പറഞ്ഞിരുന്നു output exists during positive half cycle. Here also negative half cycle also output exists in negative, കാരണം RL കൂടെ പാസ് ചെയ്യുന്നുണ്ട്. So in both half cycle output exists, V0 output exists. Then coming to the work analysis or working analysis of full wave bridge rectifier using waveform. A waveform analysis നമുക്ക് എങ്ങനെ നോക്കാം? സെയിം തന്നെ ആദ്യം ഇൻപുട്ട് വരയ്ക്കണം. So here is what this is input. ഇതിനെ നമുക്ക് AC main എന്ന് പറയാം. 230 volt 50 Hz നമ്മുടെ AC main സപ്ലൈ ഞാൻ കൊടുക്കണം. അതാണ് എൻ്റെ ഇൻപുട്ട്. ഔട്ട്പുട്ട് വരയ്ക്കുകയാണ്. ഔട്ട്പുട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഉണ്ട് സെയിം തന്നെ, ബട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എനിക്ക് കിട്ടും. ഔട്ട്പുട്ട് ഈസ് ദയർ. സോ ഈ കേസിൽ എനിക്ക് പറയാൻ പറ്റും ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്. നിങ്ങൾ അതിന്റെ സർക്യൂട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. അതിനകത്ത് D2 D4ഉമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ബട്ട് ഹിയർ ഏതൊക്കെ ഡയോഡ്സ്?
D1 ഉം D3 കണ്ടക്ട് ചെയ്യും. ഇവിടെ D1 ഉം D3 കണ്ടക്ട് ചെയ്യും. സോ രണ്ട് ഹാഫ് സൈക്കിളിലും രണ്ട് ഓരോ ഡയോഡ്സ് വെച്ചിട്ട് കണ്ടക്ട് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. ബോത്ത് ഹാഫ് സൈക്കിൾ I can get the output. I can get the output the positive half cycle. I can get the output the negative half cycle. So രണ്ട് ഹാഫ് സൈക്കിൾ എനിക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ഞാൻ ഈ വേവ് ഫോം എന്തിന്റെ മെൻഷനിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ആ വേവ് ഫോമിന്റെ അനാലിസിസ് ജസ്റ്റ് നോക്കാം. ഒരു റെക്ടിഫയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഒരു AC സിഗ്നലിനെ DC സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഞാൻ പറഞ്ഞത് ഒരു റെക്ടിഫയർ എന്ന് പറഞ്ഞത്. അതിനകത്ത് ഫുൾ വേ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് AC മെയിൻ ഇങ്ങനെ കിട്ടി. റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ട് റെക്ടിഫയർ എന്ന ജനറൽ ആസ്പെക്ട് ഒരു DC ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഈ DCയും ഇതുമായിട്ട് കമ്പയർ ചെയ്തേ. ഇസ് ദിസ് സിമിലർ? ആർ യു ഗെറ്റിംഗ് എ DC? നോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹിയർ ഐ ആം ഗെറ്റിംഗ് വാട്ട് ഓൺലി റിപ്പിൾസ്. But here in full wave rectifier, full wave bridge rectifier, full wave bridge rectifier, full wave bridge rectifier. But in full wave bridge rectifier, I can get the ripples at both positive and negative half cycles. രണ്ട് ഹാഫ് സൈക്കിളിൽ എനിക്ക് റിപ്പിൾസ് കിട്ടും. അല്ലെങ്കിൽ ആ റിപ്പിൾസിന് പറയുന്ന വേറൊരു പേരാണ് പൾസേറ്റിംഗ് DC പോലെയാണ്, ബട്ട് പൾസേറ്റിംഗ് DC. ഇത് രണ്ട് വേർഡ്സ് ആണ് നിങ്ങൾ ആ വേവ് ഫോമിന്റെ അനാലിസിസിൽ നിങ്ങൾ നോക്കേണ്ടത്. So I can get the ripples in full wave bridge rectifier. I can get the ripples at both positive half cycle and as well as in negative half cycle. ഇതാണ് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും ഹാഫ് വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും. ഞാൻ ഹാഫ് വേവ് റെക്ടിഫയർ നേരത്തെ വീഡിയോയിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. So this is the full wave rectifier. So you have to study this analysis and the same circuit analysis and as well as the waveform analysis. And the pi mentioned here 0 pi, this is 2 pi, this is 3 pi. So during all that values, the diode conducts. I can get the output at both half cycles, and the output waveform is very similar to like a ripples. I can get ripples in both half cycle, positive half cycle, negative half cycle, or I can state that I can getting a pulsating DC signal. Please remember the word for the waveform, that is a pulsating DC or ripple waveforms. The ripples exist both in positive and negative half cycle. And then I'm moving to the another one more section that should be covered over here. That is called parameters of full wave bridge rectifiers. Just some parameters. We'll discuss the parameters. What are different parameters in full wave bridge rectifier? Parameters of full wave bridge rectifier. The first parameter is called average value. And an average value will be represented as VDC. So what are the DC component that is present? DC component present in the waveform, output waveform. നമ്മൾ ആ പൾസേറ്റിംഗ് വേവ്ഫോമിനകത്ത് പറഞ്ഞു ആ DC കമ്പോണന്റ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് VDC. So I will write that equation directly. There is no derivation needed. VDC will be equal to 2 times Vm divided by pi. What is this Vm represent? Vm represent maximum AC input. കിട്ടിയ മാക്സിമം AC ഇൻപുട്ടിനെയാണ് നമുക്കത് VM എന്ന് പറയുന്നത്. നിങ്ങളുടെ ഔട്ട്പുട്ട് വേവ് ഫോമിനകത്ത് ഒരു വേവ് ഫോം ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, റൈറ്റ്? ഈ കിട്ടിയ മാക്സിമം വാല്യൂ, ഈ മാക്സിമം വോൾട്ടേജിനെയാണ് നമുക്ക് VM എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് പാരാമീറ്റർ ഈസ് കോൾഡ് ആവറേജ് വാല്യൂ ഓർ VDC. Remember that this parameter represents how much DC component is present in the signal, VDC. That is 2 Vm divided by pi. Equation you have to by heart. The second parameter is called root mean square value.
or we will call it as what? RMS. Okay, here just remember that this is the effective value. Actually practically use the value that is called effective value. Effective value of the outputs. That's root mean square value. And the equation is VRMS equal VM divided by root. Next, third parameter, that is called efficiency of the rectifier. Efficiency of rectifier. Simple, this is, and that is DC power outputs divided by power inputs into 100%. And equation 81 into RL, load resistor RL. This RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ റെസിസ്റ്റൻസ് ആണ് into ഇത്രയും percentage. This is called efficiency of rectifier. For fourth parameter, that is called ripple factor. Ripples in a so how much the ripple factor represent? Just study that value. Unwanted, that factor represent unwanted AC components. Ripple karanam AC component karanam unwanted AC component at outputs. That's a ripple factor. Then the ripple factor unwanted components you need to know that the desired value will be very low. The ripple factor value low value decide. And equation is, we have to study that equation. That equation is, ripple factor equation will be, or if you need to study this equation, Vm by root 2 the whole square minus 2 Vm by pi the whole square, the whole root divided by 2 Vm by pi. So the simplify you will get the equations will be like this, and that will be 0.483. So the exam point of view, what is this definition of ripple factor? This unwanted AC component, the output of the rectifier, the value must be very, very low, and value of the ripple factor for full wave bridge rectifier is 0.483. Study that value. Then next parameter is form factor. Form, what is the form factor of a full wave bridge rectifier? How much, what are the parameters? I forgot. It's the fifth parameter. Okay, the fifth parameter. So what is this form? First, you need to know what is the definition. What is this form factor represent? It indicates the smoothness of the output waveform. It indicates the smoothness. The ripple factor ripple anengil, this represent smoothness of the output of rectifier. Our rectifier smoothness is representing. So what is this form factor? Form factor is represented by F, and that will be VRMS divided by VDC. Substitute we will get 1.11, or that will be value substitute we will get a value pi divided by 2 root. So this represents form factor. Next, two more factors are there. Sixth one, that is PIV, that is peak inverse voltage. So peak inverse voltage of full wave bridge rectifier is Vm. Study this maximum value. Seventh, this is called transformer utilization factor. Transformer
utilization factor. So that transformer utilization factor will be 0.81, and you can define its transform utilization factor will be the ratio of DC power outputs to AC rating of transformer. So ഈ 7 പാരാമീറ്റർ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ട്രാൻസ്ഫോം യൂട്ടിലിറ്റി ഫാക്ടർ and ഒരു പാരാമീറ്ററും ഉണ്ട്, that is called output frequency. Output frequency will be FO will be 2 times the input frequency. ഇതാണ് അല്ലെങ്കിൽ 2 times F is input frequency. ഇതാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് പാരാമീറ്റേഴ്സിനകത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. 8 പാരാമീറ്റർ ഉണ്ട്. ആ 8 പാരാമീറ്ററിന്റെ വാല്യൂസ് നിങ്ങൾ ആ ഡെഫിനിഷൻസ് പഠിക്കുക. ഓരോന്നിനും ആ വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസും പഠിക്കണം. നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻസും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആ 8 പാരാമീറ്റേഴ്സിന് ജസ്റ്റ് വാല്യൂസ് ഡെഫിനിഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ഉണ്ട്, എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്, വാട്ട്സ് അഡ്വാൻറ്റേജ് of full wave bridge rectifier. First advantage is peak inverse voltage smaller ആണ്. The PIV, peak inverse voltage is smaller. Second, greater transform utilization factor. Third, it can be used for high voltage application. ഞാൻ ആ പോയിന്റ് പറയാൻ കാരണം ഇങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് എക്സാം ടൈമിൽ നമുക്ക് you won't get in our mind, so you have to directly study what are the advantages. So full wave bridge rectifierനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, full wave bridge, I will just a flow chart. Full wave bridge rectifierനകത്ത് you have to study the circuit, you have to study the analysis, you have to study the parameters, and you have to study the advantages. So ഇത്രയും കാര്യങ്ങളാണ് full wave bridge rectifierനകത്ത് നിങ്ങൾ നോക്കേണ്ടത്. So please go through this video, and if you have any doubts regarding this video, you can contact me back. So thank you for listening. Thank you.